അസ്സലാമലൈക്കും. എന്റെ പേര് ഹഫ്സത്ത് റഷീദ്. തൃശൂർ ജില്ലയിൽ കയ്പമംഗലം 8-ാം വാർഡിൽ വാടകയ്ക്ക് താമസിക്കുന്നു. എന്റെ ഭർത്താവ് മരണപ്പെടുന്നതിന് മുമ്പ് 450 സ്ക്വയർ ഫീറ്ററിന്റെ തറ കെട്ടിയിട്ട് 5 വർഷം കഴിഞ്ഞു. എനിക്ക് മക്കളില്ല. വീട്ടുജോലിക്ക് പോയിട്ടാണ് ജീവിച്ചിരുന്നത്. അതിനിടെ വയറ്റിൽ ഒരു മുഴ വന്ന് സർജറി കഴിഞ്ഞത് കാരണം സ്ഥിരം പണിക്ക് പോകാൻ സാധിക്കുന്നില്ല. എന്റെ ഈ പുരോഗതിയിലേക്ക് നിങ്ങളുടെ സക്കാത്തിന്റെ ഒരു വിഹിതം തന്ന് സഹായിക്കണം. നാഥൻ തക്കതായ പ്രതിഫലം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ അസീസ് കയ്പമംഗലം. ഞാൻ ഇപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലം പഞ്ചായത്തില് 8-ാം വാർഡ് ചളിങ്ങാട് പ്രദേശത്തുള്ള അബ്സത്തിന് വേണ്ടി പണി നടക്കുന്ന വീട്ടിലാണുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീടിന്റെ തറ കെട്ടിയിട്ട് ഏകദേശം 5 വർഷം കഴിഞ്ഞു. 5 വർഷം കഴിഞ്ഞതിന് ശേഷം അബ്സത്തിന്റെ ഭർത്താവ് മരണപ്പെട്ടു. കൊറോണ പിടിപെട്ട് മരണപ്പെട്ടു. മക്കളില്ല. വാടകയ്ക്കാണ് താമസിക്കുന്നത്. വീട്ടു ജോലിക്ക് പോയിട്ടാണ് അവർ ജീവിച്ചുകൊണ്ട് പോരുന്നത്. അതിൻ്റെ ഇടയിൽ ഈ വയറ്റിൻ്റെ മഴയും അത് കുറെ കഷ്ടങ്ങളൊക്കെ ചെയ്തു. ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയി. അത് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട്ടു ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്നാലിപ്പോൾ ഗവൺമെന്റിന്റെ ലൈഫ് പദ്ധതിയിൽ ഒരു വേണ്ടി അപേക്ഷ കൊടുത്ത് അതിൽ പൈസ പാസ്സായിട്ടുണ്ട്. 4 ലക്ഷം രൂപ പാസ്സായിട്ടുണ്ട്. അപ്പൊ ആദ്യ ഗഡുവ് കിട്ടി. ആ പണി പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. ആദ്യ ഗഡുവിന്റെ പണി പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടിയായി. ഇപ്പൊ ഈ കാണുന്ന പണി നടന്നിട്ടുള്ളത് ഏകദേശം 7,40,000 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ബാക്കി ഇപ്പൊ 3,40,000 രൂപ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ദയവായി എന്റെ ഈ വീഡിയോ ശ്രമിക്കുന്ന എല്ലാവരും, എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും, എന്റെ ജ്യേഷ്ഠന്റെ മകൾക്ക് വേണ്ടി ഞാൻ നിങ്ങളെ മുന്നിൽ കൈവന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങളാൽ കഴിയുന്ന സഹായം അബ്സത്തിന് വേണ്ടി സഹായിക്കണമെന്നും, ഇതിനെ കൂടാതെ വയസ്സാവസ്ഥയും ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന ആർട്ടിഫിഷ്യന്റെ ഒരാങ്ങളേനുള്ളത്. അതൊക്കെ അവരുടെ ജീവിതങ്ങള്. അപ്പൊ ദയവ് ചെയ്ത് എന്റെ വീഡിയോ ശ്രമിക്കുന്ന എല്ലാവരും നിങ്ങളെ കഴിയുന്ന സഹായം ഇവർക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കുകയും ഈ ആങ്ങളെ ബക്കറിന്റെ ഗൂഗിൾ നമ്പറും അബ്സത്തിന്റെ അക്കൗണ്ട് നമ്പറുമാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് എന്റെ നമ്പറും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പറ്റാവുന്നവരൊക്കെ ഞങ്ങളൊക്കെ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു.